വരിക, ഇതെല്ലാം ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. മറ്റു വഴി കാണാതാകുമ്പോൾ ആത്മഹത്യ ചെയ്യുക. എന്നാൽ അവിടെ നിൽക്കുന്നില്ല ഈ പ്രശ്നം എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികൾ ഇത് വളരുന്ന ഒരു സാഹചര്യം. അവരെ മാതാപിതാക്കന്മാർ ഏറെ പാമ്പർ ചെയ്താണ് വളർത്തുന്നത്, ലാളിച്ച്. ചെറിയ ഒരു പ്രതിസന്ധി, ഒരു ക്രൈസിസ് സിറ്റുവേഷൻ പോലും അതിജീവിക്കാനുള്ള കരുത്ത് അവർക്ക് ലഭിക്കാതെ പോകുന്നു. പരീക്ഷയ്ക്ക് തോക്കുക, ആവശ്യപ്പെട്ട വസ്ത്രം കിട്ടാതിരിക്കുക, ചെറിയ കാര്യങ്ങൾ പോലും വരുമ്പോൾ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല ചിന്തിക്കുന്നൊരു സാഹചര്യം. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മുടെ ഒരു ആധുനിക സംസ്കൃതി സൃഷ്ടിക്കപ്പെടുന്ന ഒരു പ്രത്യേക സാമ്പത്തിക സാമൂഹിക സാഹചര്യമെല്ലാം ഇതിന് സഹായിക്കുന്ന ഒരു ചുറ്റുപാടാണ്. അപ്പോൾ ഇത് നിയന്ത്രിക്കുവാനുള്ള ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടേണ്ടത്. അതിന് എനിക്ക് തോന്നുന്നൊരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് നല്ല ആധ്യാത്മികത, നല്ല മതജീവിതം, ആരാധന ജീവിതം എല്ലാം മനുഷ്യൻ നഷ്ടപ്പെട്ടു. പ്രത്യാശയില്ല. ഇതുപോലുള്ള ചെറിയ പ്രശ്നങ്ങൾ, ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിക്കുവാനുള്ള കരുത്ത് ഒരു കുടുംബത്തിനോ വ്യക്തിക്കോ ഇല്ലാതെ വരുമ്പോൾ അഭയപ്പെടുന്ന പലപ്പോഴും മരണത്തിലാണ്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യം ഇന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. ഇപ്പോഴത്തെ ഈ സാമ്പത്തിക സാമൂഹിക സാഹചര്യങ്ങളിൽ ഇതിൻ്റെ സ്വാധീനത്തിൽ നിന്ന് വിട്ട് ജീവിക്കുവാനുള്ള കരുത്ത് നൽകുന്നത് പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മതജീവിത ആധ്യാത്മികതയാണ്. ഒരു ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ, സമീപനം മനുഷ്യൻ നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്തിലും കയറി ഇടപെട്ട് അതിന് ഇരയായിത്തീരുന്ന ഒരു സാഹചര്യത്തിൽ സ്വതന്ത്ര ബുദ്ധിയോടുകൂടി ആധ്യാത്മിക സ്വാധീനത്തിൽ ജീവിക്കുവാൻ സാധിച്ചാൽ ഒരു പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു പിടിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ തലമുറയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. പക്ഷെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യൻ ജീവിതത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ ആത്മഹത്യ ചെയ്യേണ്ടതായി വരുന്നു എന്ന് ശരിയാണ്. മനുഷ്യൻ ഈ ഒരു ചുറ്റുപാടിൽ വളരെ പെൻസീവായിട്ട്, വളരെ ഒരു മാനസികാവസ്ഥയിൽ എത്തിച്ചേർന്ന മനുഷ്യൻ ഇത് ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള ഒരവസ്ഥയിൽ എത്തിച്ചേർന്ന പിന്നെ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ പഴയ നിയമത്തിൽ ശിംശോൻ എന്ന് പറയുന്ന, സാംസൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രം, ഞാൻ നല്ല നിലയിൽ ജീവിച്ചായിരുന്ന, നാട് ഭരിച്ച ആളാണ്, നാട് കുലുക്കിയ ആളാണ്. പക്ഷെ പ്രത്യേക ഒരു ചുറ്റുപാട് അദ്ദേഹം ഒരു ആക്ഷേപാർഹമായ ഒരു സാഹചര്യത്തിൽ എത്തിച്ചേർന്നപ്പോൾ സ്വയം കൊന്ന് മറ്റുള്ളവരെ കൊല്ലുന്നതായി കാണുന്നു. ഇതെന്താണ്? മനുഷ്യൻ അത്തരത്തിലേക്ക് ഇത്രമാത്രം അധസ്ഥിതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതികരണമാണ്, ഇത് ജീവിച്ചിട്ട് എന്താ കാര്യം. ചില മനുഷ്യരെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നില്ല ഇയാൾ ജീവിച്ചിട്ട് വലിയ കാര്യമില്ല. പക്ഷെ അങ്ങനെയുള്ളവർ മരിക്കുന്നത് ഒരു പക്ഷേ നല്ലതാണെന്നും സമൂഹം ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ ഈ ചുറ്റുപാടിന് സ്വാധീനത്തിന് വിധേയരായി ജീവിതത്തിൽ ഗതിമുട്ടി നിൽക്കുന്ന മനുഷ്യർക്ക് ജീവിക്കുവാനുള്ള പ്രത്യാശ നൽകുന്ന ഒരു ബാധ്യത നമ്മുടെ സമൂഹത്തിനുണ്ട്, സഭയ്ക്കുണ്ട്, NSS പോലുള്ള പ്രസ്ഥാനങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ ഇതിനൊരു തടയിടാൻ സാധിക്കുക, ആശയറ്റവരെ, നിരാശരായവരെ പ്രത്യാശ നൽകി ജീവിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക, കുടുംബ ബന്ധങ്ങൾ ശക്തീകരിക്കുക, മതജീവിതത്തിന് സ്വാധീനം വർദ്ധിപ്പിക്കുക, ഇതെല്ലാം വഴി. പക്ഷെ അതിനും വേണം ആരെങ്കിലുമൊക്കെ. അതാണ് യഥാർത്ഥത്തിൽ ഈ മലങ്കര സഭയുടെയും ഈ പ്രസ്ഥാനം, മാനവശേഷി വിഭാഗം ഏറ്റെടുത്തിരിക്കുന്നത്. അത് വിജയമായി തീരണമെങ്കിൽ അവരുടെ മാത്രം പ്രവർത്തനം പോരാ, തീർച്ചയായിട്ടും അതുമായിട്ട് സഹകരിക്കുന്ന മറ്റ് ഇതര പ്രസ്ഥാനങ്ങളുടെ സഹകരണം കൂടി വേണം.
പൊതുജനങ്ങളെ ഇതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുന്നതിന് വേണ്ടി കൂടി തന്നെയാണ് നമ്മൾ ഈ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇത് കണ്ടു കേട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല, ഈ പ്രസ്ഥാനത്തെ സഹായിക്കുക, ഇതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സഹകരിക്കുക എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. നാടിൻ്റെ മാറി വരുന്ന ഒരു ജീവിത സാഹചര്യവും ഈ ഘട്ടവും തിരിച്ചറിഞ്ഞ് പുതിയ ജീവിക്കുവാനുള്ള പ്രേരണ നൽകുന്ന, പ്രത്യാശ നൽകുന്ന വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തോട് സഹകരിക്കണം. ഇതിൻ്റെ സാധ്യതകൾ അന്വേഷിച്ച് ഇതിൻ്റെ ശക്തീകരിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയോട് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും.